Hello NIS SSLC students. അപ്പോൾ നമ്മുടെ NISന്റെ ഒക്ടോബർ ബാച്ചിന്റെ എക്സാംസ് ഒക്കെ ഇതാ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകളൊക്കെ കണ്ട് എല്ലാ ചാപ്റ്റേഴ്സും ഒക്കെ പഠിച്ചു പോകുന്ന ഒരു തിരക്കിലായിരിക്കും അല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ റിവിഷൻ ക്ലാസ്സുകളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ എടുത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി പരിചയപ്പെടേണ്ടതുണ്ട് അല്ലേ? അതായത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളും ഒക്കെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഏകദേശം എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ടൊക്കെ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ മലയാളം എല്ലാവരും ഓക്കെ ആയിട്ടുണ്ടോ? എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ ചാപ്റ്റേഴ്സ് ഒക്കെ കൃത്യമായിട്ട് വായിച്ച് പഠിച്ചു പോയിട്ടുള്ളവരായിരിക്കും അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, പറയുന്ന ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ നമ്മുടെ എക്സാം വരുന്നത് 100 മാർക്കിനാണല്ലേ? 3 മണിക്കൂറാണ് നമുക്ക് അത് എഴുതാനുണ്ടാവുക. അപ്പോൾ ആ ഒരു ടൈമിനിടയ്ക്ക് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ പിരിച്ചെഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പിന്നെ പകരം പദം എഴുതുക എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് മലയാളത്തിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് അല്ലെങ്കിൽ പ്രധാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ടെക്സ്റ്റ് കൃത്യമായിട്ട് വായിച്ചു പോവുക എന്നുള്ളത് തന്നെയാണ്. കഥയാണെങ്കിലും കവിതയാണെങ്കിലും ലേഖനമാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ ടെക്സ്റ്റ് കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഏത് ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ആ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റും അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെട്ടു പോവാം. അതുപോലെ തന്നെ ഇതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് മാരത്തോൺ ലൈവ് സെക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു 2 മണിക്കൂറിന്റെ ഒക്കെ മാരത്തോൺ ലൈവ് സെക്ഷൻ വരുന്നുണ്ട്. അത് നിങ്ങളുടെ എക്സാമിനോടനുബന്ധിച്ചുണ്ടാവും. അപ്പോൾ ആ ഒരു ലൈവ് സെക്ഷനിൽ കുറച്ചുകൂടി കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു പോവാം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കാം. അപ്പോൾ ആദ്യം തന്നെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ എന്താണ് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഏതൊരു ശാസ്ത്രവും കാവ്യവും ഹൃദയത്തിൽ പതിയണമെങ്കിൽ ആരുടെ വക്ത്രത്തിൽ നിന്ന് പഠിക്കണമെന്നാണ് വള്ളത്തോൾ പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് ഏത് ചാപ്റ്ററിലെ ചോദ്യമാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ? അപ്പോൾ ഏതൊരു ശാസ്ത്രവും ഏതൊരു വേദവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്ത്രത്തിൽ നിന്ന് താൻ കേൾക്ക വേണം എന്നൊരു വരിയുണ്ട് അല്ലേ? വള്ളത്തോളിന്റെ എൻ്റെ ഭാഷ എന്ന് പറയുന്ന കവിതയിൽ നിന്നുള്ള ചോദ്യമാണിത്. അപ്പൊ അതിന്റെ ആൻസർ ഞാനിതാ ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആ ഒരു 2 വരി തന്നെ നമുക്ക് ഓർത്ത് വെക്കുന്ന സമയത്ത് എന്താണ് അതിന്റെ ആൻസർ ഉണ്ടാവും. എന്താണ്? ഏതൊരു ശാസ്ത്രവും ഏതൊരു വേദവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്ത്രത്തിൽ നിന്ന് കേൾക്ക വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആരുടെ വക്ത്രത്തിൽ നിന്നാണ് കേൾക്കേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന് ഓപ്ഷൻസിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ല അല്ലെ? നമുക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. അപ്പൊ എന്താണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്? ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. അമ്മയുടെ, ഗുരുനാഥന്റെ, സ്വഭാഷയുടെ, കുചേല കുടുംബിനിയുടെ എന്നൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് സ്വഭാഷയുടെ എന്നുള്ളതാണ്. അതായത് നമുക്ക് ഏതൊരു ശാസ്ത്രമായാലും വേദമായാലും കാവ്യമായാലും ഒക്കെ തന്നെ എന്താണ് നമ്മുടെ മാതൃഭാഷയിലൂടെ കേൾക്കുന്ന സമയത്താണ് നമുക്കത് കുറച്ചുകൂടി വ്യക്തമായിട്ട് അതിന്റെ പൂർണ്ണ ആശയമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അവിടെ വള്ളത്തോൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ചോദ്യം ചിലപ്പോൾ 2 മാർക്കിന് ചോദിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നൊരു ചോദ്യം വേണേ ചോദിച്ചേക്കാം. അപ്പോൾ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെ 2 മാർക്കായിട്ടും കുറച്ച് വിശദീകരിച്ച് എഴുതാനുള്ളതായിട്ടും ചോദിച്ചേക്കാം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ദാമ്പത്യ ജീവിതം ദുസ്സഹമായി തീരുന്നത് എപ്പോഴാണെന്നാണ് KP കേശവമേനോൻ പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ KP കേശവമേനോന്റെ കുടുംബജീവിതം എന്ന് പറയുന്ന ഒരു ലേഖനം നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? അപ്പൊ അതിനകത്ത് ദാമ്പത്യ ജീവിതം ദുസ്സഹമായി തീരുന്നതിന്റെ കാരണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് എപ്പോഴാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ? അപ്പൊ എന്താണ് ആദ്യത്തെ ഓപ്ഷൻ? എന്താണ്?
ഇഷ്ടവും താല്പര്യവും സ്വഭാവവും അറിഞ്ഞ് പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ വരുമ്പോഴാണ് ദാമ്പത്യ ജീവിതം ദുസ്സഹമായി തീരുന്നത്. അതൊരു ഓപ്ഷനാണ്. ഇനി മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. എന്താണ്? ഭാര്യമാരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് പണം കൊടുക്കാതിരിക്കുമ്പോഴാണോ ഈ ഒരു ദാമ്പത്യ ജീവിതം ദുസ്സഹമായി തീരുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പൊ ആ ഒരു ലേഖനം കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ആൻസർ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും എന്നുള്ളതാണ്. പിന്നെ കിട്ടുന്നതെല്ലാം ദൂർത്തടിക്കുന്ന സ്വാർത്ഥികളായിട്ട് മാറുമ്പോഴാണോ ദാമ്പത്യ ജീവിതം ദുസ്സഹമാകുന്നത് എന്നുള്ളത് നമ്മൾ ഓർത്തു നോക്കുക. പിന്നെ എന്താണ്? ഭർത്താക്കന്മാരുടെ വര പറയാതെ പണത്തിന് ശല്യപ്പെടുത്തുമ്പോഴാണോ എന്നുള്ളത് ഓർക്കുക. അപ്പോൾ എന്താണ് കൃത്യമായിട്ട് അതിനകത്ത് ആ ഒരു കുടുംബജീവിതം എന്ന് പറയുന്ന ലേഖനത്തിനകത്ത് കൃത്യമായിട്ട് പറയുന്നത് എന്താണ്? ഇഷ്ടവും താല്പര്യവും സ്വഭാവവും അറിഞ്ഞ് പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ വരുമ്പോൾ എന്താണ്? ദാമ്പത്യ ജീവിതം വളരെയധികം ദുസ്സഹമായി തീരും എന്നുള്ളതാണ് KP കേശവ മേനോൻ അതിനകത്ത് പറയുന്നത്. അപ്പൊ ഈ ഒരു ഓപ്ഷനിലുള്ള ബാക്കി 3 കാര്യങ്ങളും അതിനോടനുബന്ധിച്ച് പറയുന്നുണ്ട്. പക്ഷെ കൃത്യമായിട്ട് ആ ഒരു പ്രധാന കാരണം അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ വരുമ്പോൾ എന്നുള്ളതായതുകൊണ്ട് നമ്മൾ ആ ഒരു ആൻസർ ആണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഇനി ഇതിൽ നിന്ന് തന്നെ ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് 2 മാർക്കിനോ 3 മാർക്കിനോ ചോദ്യം വന്നേക്കാം കേട്ടോ. അപ്പൊ ആ ഒരു രീതിയിലും കൂടി നിങ്ങൾ ആ ഒരു ചോദ്യം പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ചന്ദനലതയിൽ അധോമുഖ ശയനം ചെയ്യുന്ന ഒറ്റപ്പത്തിയും 1000 ഉടലുമുള്ള നാഗമായിട്ട് കവി കൽപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്തിനെയാണ് കവി അങ്ങനെ ഒറ്റപ്പത്തിയും 1000 ഉടലുമുള്ള ഒരു നാഗമായിട്ട്, അതും എവിടെ ശയിക്കുന്നത്? ചന്ദനലതയിൽ അധോമുഖ ശയനം ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ എന്തിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. പനിനീർ പൂവ് ചൂടിയ ചിഗുരത്തെ, കാവ്യനർത്തകിയുടെ ഗാത്രത്തെ, നായികയുടെ കുറുനിരകളെ, നർത്തകിയുടെ കുളിർനെടിലത്തെ. അപ്പോൾ ഇത് ഏത് ചാപ്റ്ററിൽ നിന്നാണ്? ചങ്ങമ്പുഴയുടെ മനസ്വിനി എന്ന് പറയുന്ന കവിതയിൽ നിന്നുള്ള ചോദ്യമാണ്. അതിൽ പറയുന്നുണ്ട്, ഒറ്റപ്പത്തിയും 1000 ഉടലും ചുറ്റുപിണഞ്ഞൊരു മണിനാഗം ചന്ദനലതയിൽ അധോമുഖ ശയനം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വരികളുണ്ട് അല്ലേ. അപ്പൊ ആ വരികളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്കത് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കാമുകിയുടെ മുടിയെ കുറിച്ചായിരുന്നല്ലേ പറയുന്നത്. അതായത് ഒറ്റപ്പത്തിയും 1000 ഉടലുമുള്ള ഒരു മണിനാഗമായിട്ട്, അത് ചന്ദനലതയിൽ തലകീഴായിട്ട് അധോമുഖ ശയനമായിട്ട് അല്ലെങ്കിൽ തലകീഴായിട്ട് കിടക്കുന്നത് പോലെയാണ് നിന്റെ മുടി കിടക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മുടി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ? ഏകദേശം നമുക്ക് ഈ ചിഗുരം എന്താണ്, ഗാത്രം എന്താണ്, കുളിർനിടിലം എന്താണ്, കുറുനിരം നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ എന്താണ് എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ പര്യായ പദങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് പനിനീർ പൂവ് ചൂടിയ ചിഗുരത്തെ എന്നുള്ളതാണ്. അപ്പോൾ ചിഗുരം എന്ന് പറയുന്നത് എന്താണ്? മുടിയെയാണ് നമ്മൾ ചിഗുരം എന്ന് പറയാ കേട്ടോ. അപ്പോൾ അത് പകരം പദം എഴുതാനുള്ള ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള പദങ്ങളൊക്കെ തന്നുകൊണ്ട് ഇതിന് പകരമായിട്ട് പര്യായ പദം എഴുതാൻ വേണ്ടി പറയും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്, പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പൊ ചിഗുരം എന്ന് പറഞ്ഞാൽ എന്താണ്? മുടിയെയാണ്, തലമുടിയെയാണ് പറയുന്നത്. അപ്പോൾ ഗാത്രം എന്താണ്? ശരീരത്തെയാണ് പറയുന്നത്. കുളിർനിടിലം എന്ന് പറയുന്നത്, നിടിലം എന്ന് പറയുന്നത് നെറ്റിത്തടത്തെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു പകരം പദം എഴുതാനുള്ള ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളത് കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ടതുണ്ട്, പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് പനിനീർ പൂവ് ചൂടിയ ചിഗുരത്തെയാണ് ഈ ഒറ്റപ്പത്തിയും 1000 ഉടലുമുള്ള മണിനാഗമായിട്ട് ആര് പറയുന്നത്? കവി പറയുന്നത് എന്നുള്ളതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു വരി, ഒറ്റപ്പത്തിയും 1000 ഉടലും ചുറ്റുപിണഞ്ഞൊരു മണിനാഗം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വരി തന്നിട്ടും ചിലപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് എന്നുള്ളത് ചോദിച്ചേക്കാം. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിച്ചേക്കാം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ആൻസർ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയും കൂടി നിങ്ങൾ പഠിച്ചു വെക്കും. ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ കാണുന്ന സമയത്തും ഇത് എങ്ങനെയൊക്കെ ചോദിക്കാം അല്ലെങ്കിൽ ഏത് വിധത്തിലൊക്കെ ചോദിക്കാം എന്നുള്ളത് കൂടി നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്താണ്? ബാലിയിലെ മഴയെ SK പൊറ്റക്കാട് ഏതിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഉൾനാട്ടിലെ ഒരു ഉത്സവം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു യാത്രാ വിവരണം, SK പൊറ്റക്കാടിന്റെ ബാലിയിലേക്കുള്ള യാത്രാ വിവരണത്തിന്റെ കുറച്ച് ഭാഗം നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ബാലിയിലെ മഴയെ SK പൊറ്റക്കാട് എന്തോ എന്ന് പറയുന്നുണ്ട് അല്ലേ. എങ്ങനെയാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താണ് ഓപ്ഷൻസ് ഉണ്ട്. കേരളത്തിലെ മഴയോട് ബാലി
ബാലിപ്പെണ്ണിന്റെ മനസ്സിനോട്, ഗ്യാമലിൻ വാദ്യത്തിന്റെ സംഗീതത്തോട്, ചന്തയിലെ ശബ്ദ കോലാഹലത്തോട്. അപ്പൊ എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? ബാലിപ്പെണ്ണിന്റെ മനസ്സും ബാലിയിലെ മഴയും നമുക്ക് എന്താണ് പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ആര് പറഞ്ഞിട്ടുള്ളത്? എസ്.കെ. പൊറ്റക്കാട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാലിപ്പെണ്ണിന്റെ മനസ്സിനോടാണ് ബാലിയിലെ മഴയെ ആര് സൂചിപ്പിക്കുന്നത്? എസ്.കെ. പൊറ്റക്കാട് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. കാരണം മഴ പെട്ടെന്ന് പെയ്യും, അല്ലെങ്കിൽ മഴ എപ്പോഴാണ് പെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ബാലിപ്പെണ്ണിന്റെ മനസ്സ് എന്ന് പറയുന്നത്. എപ്പോഴാണ് ചാഞ്ചാടുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അവിടെ എസ്.കെ. പൊറ്റക്കാട് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം ഓർത്തു വെക്കാം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് തന്നിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഇനി ഓപ്ഷൻസ് തരാതെയുള്ള 1 മാർക്കിന്റെ ചോദ്യങ്ങളും നമുക്ക് വരാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചോദ്യമാണ്, കൃഷ്ണനാട്ടത്തെ അനുകരിച്ച് കൊട്ടാരക്കര തമ്പുരാൻ ഏർപ്പെടുത്തിയ കലാരൂപം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ കേരളത്തിലെ കലകൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അപ്പൊ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് കഥകളി എങ്ങനെയാണ് വികസിച്ചിട്ടുള്ളത്? ആദ്യം കൃഷ്ണനാട്ടം ഉണ്ടായിട്ടുണ്ട്, പിന്നെ അതിനോടനുബന്ധിച്ച് കൊട്ടാരക്കര തമ്പുരാൻ ഏർപ്പെടുത്തിയിട്ടുള്ള കലാരൂപമായിട്ടുള്ള രാമനാട്ടം ഉണ്ടായി. ആ രാമനാട്ടത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ കൃഷ്ണനാട്ടത്തെ അനുകരിച്ചിട്ട് കൊട്ടാരക്കര തമ്പുരാൻ ഏർപ്പെടുത്തിയിട്ടുള്ള കലാരൂപമാണ് രാമനാട്ടം എന്ന് പറയുന്നത്. അത് ഓർത്തു വെക്കാട്ടോ. അത് 1 മാർക്കിന്റെ ചോദ്യമാണ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ കൂടിയാട്ടത്തിലെ വാദ്യോപകരണം ഏതാണ് എന്ന് ചോദിച്ചേക്കാം. ഏതായിരുന്നു? മിഴാവായിരുന്നു അല്ലെ പ്രധാന വാദ്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കലകളെ കുറിച്ച് ഉള്ള 1 വേർഡിന്റെ കുറേ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തതും 1 മാർക്കിന്റെ ചോദ്യം തന്നെയാണ്. എന്താണ്? അവളോട് അകാരണമായ ഒരു ദേഷ്യം അവൾ ഇങ്ങനെ താക്കീതുകളൊന്നും കൂടാതെ എല്ലാ ചുമതലകളും എൻ്റെ തലയിൽ വെച്ചുകൊണ്ട് പോയല്ലോ എന്നുള്ളതാണ് പറയുന്നത് അല്ലെ. അപ്പൊ നെയ്പായസത്തിലെ അച്ഛൻ എന്തിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന് പറയുന്ന കഥ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തുള്ള ഒരു അച്ഛൻ വിചാരിക്കുന്ന അല്ലെങ്കിൽ അച്ഛൻ ചിന്തിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ എന്തിനെ കുറിച്ചാണ് അച്ഛൻ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്തിനെ കുറിച്ചായിരുന്നു? നെയ്പായസത്തിലെ അമ്മ മരിക്കുകയാണല്ലേ. അപ്പൊ എന്താണ്? ഭാര്യയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണത്തെക്കുറിച്ചാണ് ആര് സൂചിപ്പിക്കുന്നത്? അച്ഛൻ സൂചിപ്പിക്കുന്നത്. കാരണം എന്താണ്? ഒരു ദിവസം ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് വീട്ടിലെത്തി നോക്കുന്ന സമയത്ത് എന്താണ്? ഭാര്യ അടുക്കളയിൽ വീണ് കിടക്കുകയാണ്. അപ്പോഴേക്കും മരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ചെറിയ കുട്ടികളാണ് അവർക്കുള്ളത്, 3 കുട്ടികളുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ചുമതലകളൊക്കെ അവിടെ അച്ഛൻ്റെ തലയിൽ ഇട്ടിട്ട് ആര് പോയി എന്നാണ് പറയുന്നത്? ഭാര്യ പോയി എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അകാരണമായിട്ടുള്ള ഒരു ദേഷ്യം, പെട്ടെന്ന് തനിച്ചാക്കി പോയതിനുള്ള ഒരു ദേഷ്യം, അതുപോലെ തന്നെ സങ്കടവും ഒക്കെ ആർക്ക് ഉണ്ടാവുന്നുണ്ട്? കഥയിലെ അച്ഛനുണ്ടാവുന്നുണ്ട്. ആ ഒരു രംഗമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്? ഭാര്യയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം 2 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. 1 മാർക്കിന്റെ ചോദ്യം ഇത്തരത്തിലുള്ള സെക്ഷൻ മാത്രമല്ല കേട്ടോ ഉള്ളത്, കുറച്ചുകൂടി സെക്ഷൻസ് ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പകരം പദം എഴുതാനുള്ള ചോദ്യങ്ങൾ വരാം. അതുപോലെ തന്നെ എന്താണ് കൂട്ടിച്ചേർത്ത് എഴുതാനുള്ള ചോദ്യങ്ങൾ വരാം. പിന്നെ എന്താണ് തെറ്റാണോ ശരിയാണോ, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് തെറ്റാണോ ശരിയാണോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം വരാം. അല്ലെങ്കിൽ എന്താണ് മറ്റൊരു സെക്ഷൻ ഉള്ളത് ഏതായിരുന്നു? വിട്ടുപോയി. പൂരിപ്പിക്കാനുള്ള, അതായത് ഡോട്ട് ഇട്ട് തന്നിട്ട് ഡാഷ് ഇട്ട് തന്നിട്ട് നമുക്ക് ഒരു വരിയായിരിക്കും, അല്ലെങ്കിൽ കഥയിലെയോ അല്ലെങ്കിൽ കവിതയിലെയോ ലേഖനത്തിലെയോ ഒക്കെ വരികളായിരിക്കും. അപ്പോൾ അത് പൂരിപ്പിക്കാനുള്ള ഒരു സെക്ഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പല സെക്ഷൻസും 1 മാർക്കിൻ്റെതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 2 സെക്ഷൻ പറഞ്ഞു, ബാക്കിയുള്ള സെക്ഷൻസ് ഒക്കെ നമുക്ക് മാരത്തോൺ ലൈവിനകത്ത് ഉൾപ്പെടുത്താം കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് വെച്ചാൽ അത് കുറച്ചുകൂടി ഈസിയാണ്. പിന്നെ പകരം പദം എഴുതാനുള്ളത് ടെക്സ്റ്റ് തന്നെ ഉണ്ട്. പദങ്ങൾ അത് എന്താണ് കഥയുടേതോ കവിതയുടേതോ ഒക്കെ സൈഡിൽ ഒരു ഇതുണ്ടാവും, അതായത് ഒരു നിഘണ്ടു പോലെ ഉണ്ടാവും. അപ്പോൾ പദം അതിൻ്റെ അർത്ഥം എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക, പഠിക്കുക. അതുപോലെ തന്നെ എന്താണ് ഈ പൂരിപ്പിച്ച് എഴുതാനുള്ളതൊക്കെ ടെക്സ്റ്റ് വായിച്ചാൽ മാത്രമാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുക. കാരണം ടെക്സ്റ്റിൽ എന്താണോ പറയുന്നത് അതുപോലെ തന്നെ അതേ വാക്കുകൾ
വാക്കുകൾ തന്നെ അവിടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് മാരത്തോൺ ലൈവിനകത്ത് പറയാം. അപ്പോൾ അടുത്ത 2 മാർക്കിന്റെ സെക്ഷനിലേക്ക് കടക്കുന്ന സമയത്ത് എന്താണ് ചോദ്യം? ചൊല്ലാതെ ചൊല്ലുന്നു നിൻ പെങ്ങളാണിവൾ, അവൾ തൻ്റെ പെങ്ങളാണെന്ന തോന്നൽ കവിക്ക് ഉണ്ടാകാൻ കാരണം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എവിടെ നിന്നുള്ള ചോദ്യമാണിത്? ONV കുറുപ്പിന്റെ പെങ്ങൾ എന്ന് പറയുന്ന കവിതയിലുള്ള ചോദ്യമാണ് അല്ലേ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ചൊല്ലാതെ ചൊല്ലുന്നു നിൻ പെങ്ങളാണിവൾ എന്ന് കവി അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ എന്താണ് തൻ്റെ പെങ്ങളാണ് എന്ന് ഒരു തോന്നല് എന്തുകൊണ്ടാണ് കവിക്ക് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ആ കവിത വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഒരു വല്ലായ്മയാർന്ന ഒരു നിൽപ്പ് ആ ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ മൗനമാണ് അവളുടെ സ്ഥായി ഭാവം എന്ന് പറയുന്നത്. കണ്ണുനീരുണ്ട്, കയ്യിൽ കെട്ടിയ രാഖി ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പാവം പിടിച്ച ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ അത്രയും ദുരിതങ്ങളും യാതനകളും ഒക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് അവിടെ ആ പെങ്ങളെ പറയുന്നത്. അപ്പൊ അങ്ങനെ കയ്യിൽ കെട്ടിയ രാഖിയും കണ്ണുനീരും മൗനവും വല്ലായ്മയാർന്ന നിൽപ്പും ഒക്കെ കാണുന്ന സമയത്താണ് ONVക്ക് എന്താണ് ഇവള് എൻ്റെ പെങ്ങളാണ്, അല്ലെങ്കിൽ ഇവളും എൻ്റെ പെങ്ങളാണ്, എല്ലാവരും എൻ്റെ പെങ്ങന്മാരാണ് എന്നുള്ളൊരു തോന്നല് ആർക്കുണ്ടാവുന്നത്? ONV കുറുപ്പിന് ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ ആ ഒരു കാര്യമാണ് അവിടെ എഴുതേണ്ടത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? ജാനമ്മയെ സർക്കസ് കമ്പനിയിൽ നിന്ന് മാനേജർ ഒഴിവാക്കിയത് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതും 2 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. അപ്പോൾ എന്താണ് വളർത്തു മൃഗങ്ങൾ എന്ന് പറയുന്ന MT വാസുദേവൻ നായരുടെ ഒരു കഥ നമുക്ക് പഠിക്കാനുണ്ടല്ലേ. അപ്പോൾ അതിനകത്ത് ജാനമ്മയെ സർക്കസ് കമ്പനിയിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. അതായത് ആ ഒരു കഥയിലെ അവസാന ഭാഗത്തിലേക്ക് എത്തുന്ന സമയത്ത് എന്താണ് സർക്കസ് കമ്പനിയിൽ നിന്ന് പൊക്കോളാൻ വേണ്ടിയിട്ട് മാനേജർ പറയുന്നുണ്ട്. പക്ഷെ നേരിട്ടൊന്നും അത് പറയുന്നില്ല. അപ്പൊ എങ്ങനെയാണ് അത് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് മാനേജർ ജാനമ്മയെ വിളിച്ച് കമ്പനി നഷ്ടത്തിലാണെന്ന് പറയാണ് അല്ലെ. അതായത് സർക്കസ് കമ്പനി ആവുന്ന സമയത്ത് ജാനമ്മയ്ക്ക് അവിടെ നിന്ന് ഒരു അപകടം പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ട്രപ്പീസ് കളിക്കാരിയായിരുന്നു ജാനമ്മ. അപ്പൊ അത് കളിക്കാൻ വേണ്ടിയിട്ട് ഇനി പറ്റില്ല എന്ന് ഡോക്ടർ നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാനമ്മയെ ആ ഒരു സർക്കസ് കമ്പനിക്ക് ഇനി ആവശ്യമില്ല, കാരണം സർക്കസ് കളിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അധിക ചെലവായിട്ട് ജാനമ്മയെ അവിടെ നിർത്താൻ ആർക്ക് താല്പര്യമില്ല? മാനേജർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ എന്താണ് മാനേജർ ജാനമ്മയെ വിളിച്ച് പറയാണ് കമ്പനി നഷ്ടത്തിലാണെന്ന് പറയുന്നുണ്ട്. ആളുകളെ പിരിച്ചുവിടുകയാണ്, കുറച്ച് ആളുകളെയൊക്കെ നമുക്ക് പിരിച്ചുവിടേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി മാനേജർ പറയുന്നുണ്ട്. അപ്പൊ ജാനമ്മയ്ക്ക് ലക്ഷ്മിയെ പോലെ പരിചാരികയായി നിൽക്കാം എന്നാണ് മാനേജർ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ജാനമ്മ പോവുകയാണ് എന്ന് പറയുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രംഗം അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഇവിടെ ലക്ഷ്മി ആരാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ആരായിരുന്നു? പണ്ട് സർക്കസിൽ വളരെ എന്താണ് ഊർജ്ജസ്വലയായിട്ട് കളിച്ചിട്ടുള്ള ഒരു കളിക്കാരിയായിരുന്നു ലക്ഷ്മി എന്ന് പറയുന്നത്. പക്ഷെ അവരുടെ എന്താ പറയാ ആരോഗ്യമൊക്കെ നശിച്ച സമയത്ത് വെറും ഒരു പരിചാരികയായിട്ട് ഒരു മൂലയ്ക്ക് ഇരുത്തിയിട്ടുള്ള ഒരാളാണ് ലക്ഷ്മി എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ ജാനമ്മയ്ക്ക് ഇപ്പോൾ എന്താണ് ആരോഗ്യസ്ഥിതി നല്ലതല്ല. അതുകൊണ്ട് എന്താണ് ജാനമ്മയെയും ഒരു പരിചാരികയെ പോലെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് മാനേജർ എടുത്തിട്ടുള്ളത് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ, അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ജാനമ്മ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് ജാനമ്മയെ സർക്കസ് കമ്പനിയിൽ നിന്ന് മാനേജർ ഒഴിവാക്കിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ആ ഒരു കാര്യം ഓർത്തു വെച്ച് എഴുതുക കേട്ടോ. ഇനി അടുത്തത്, അവളുടെ വലത്തേ കൈയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പറ്റി നിന്നിരുന്നു. നെയ്പായസം എന്ന കഥയിലെ ഈ സൂചന ഗൃഹനായികയുടെ ജീവിതത്തിന്റെ എന്തൊക്കെ സവിശേഷതകളാണ് വ്യക്തമാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് നെയ്പായസം എന്ന് പറയുന്ന മാധവിക്കുട്ടിയുടെ കഥയിലുള്ള ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ അവിടെ എന്താണ് അമ്മയുടെ വലത്തെ കയ്യിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ആ ഒരു അമ്മയുടെ ജീവിതത്തിന്റെ എന്താണ് കാണിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ സവിശേഷതകളാണ് കാണിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വീട്ടുജോലികളിൽ മുഴുകി കഴിയുന്ന നഗരത്തിലെ ഒരു വീട്ടമ്മയുടെ ചിത്രം നമുക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലേ. അതായത് എപ്പോഴും അടുക്കളയിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്ടമ്മയാണ് ഇവിടെ എന്താ പറയാ നെയ്പായസത്തിലെ അമ്മ എന്ന് പറയുന്നത്. അപ്പൊ ഈ വിവരണത്തിൽ നിന്ന് അങ്ങനെയാണ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ വീട്ടുജോലി ചെയ്യുന്ന നഗരത്തിലെ ഒരു വീട്ടമ്മയുടെ ചിത്രമാണ് നമുക്ക് ഈ ഒരു വിവരണത്തിൽ. അതായത് അവളുടെ വലത്തെ കയ്യിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്ത് അടുക്കളയിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ അമ്മയാണ് എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അവളുടെ സാമ്രാജ്യം
അടുക്കളയാണ്. എപ്പോഴും വീട്ടുജോലികളുടെ തിരക്കാണ്, വിശ്രമമില്ല, സൗന്ദര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ അവസ്ഥയുടെയൊക്കെ ചിത്രം ഇതിനകത്ത് തെളിയുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം എന്താണ്, എല്ലാവർക്കും വേണ്ടിയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയുടെ ചിത്രമാണ് നമുക്ക് അവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത് എന്ന് പറയാവുന്നതാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് 3 മാർക്കിന്റെ ഒരു സെക്ഷനിലുള്ള ചോദ്യമാണ്. അപ്പൊ എന്താണ് ആ ചോദ്യം നോക്കുക. പരബ്രഹ്മയ്യർക്ക് നഷ്ടം സംഭവിച്ചപ്പോൾ നാട്ടുകാർ സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്തത് എന്തിനാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഏത് ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്? സഞ്ജയന്റെ കച്ചട്ടിസ്വാമിയാരുടെ കഥ എന്ന് പറയുന്ന ഒരു ചെറിയ കഥ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ് ഇവിടെ. അപ്പോൾ പരബ്രഹ്മയ്യർക്ക് നഷ്ടം സംഭവിച്ച സമയത്ത് നാട്ടുകാർ എന്തിനാണ് സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ്, നാട്ടുകാർക്ക് പരബ്രഹ്മയ്യരെ ഒട്ടും കണ്ടുകൂടായിരുന്നു എന്നുള്ളതാണ് പ്രധാന കാരണം. അപ്പൊ എന്തുകൊണ്ടാണ് കണ്ടുകൂടാത്തത്? അയാൾ ഒരാൾക്ക് പോലും ഒരു പൈ പോലും സഹായമായിട്ട് ഒന്നും കൊടുക്കില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ സഹായിച്ചാൽ മാത്രമല്ലേ എന്താണ് നാട്ടുകാർക്ക് നമ്മളോടൊരു ഇഷ്ടമൊക്കെ തോന്നുള്ളൂ. അപ്പോൾ പരബ്രഹ്മയ്യർ എങ്ങനെയായിരുന്നു? ഒരാൾക്ക് ഒരു സഹായവും ചെയ്യില്ല, ഒരു പൈസ പോലും കൊടുക്കാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർക്ക് പരബ്രഹ്മയ്യരുടെ ചട്ടികൾ തോട്ടിൽ വീണ് ഉടഞ്ഞ സമയത്ത് വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നത്. അപ്പൊ അതിനാൽ അയാൾക്ക് കച്ചട്ടി നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ആളുകൾ വളരെയധികം സന്തോഷിക്കുകയും അത് ആഘോഷിക്കുകയും ചെയ്തത് അതുകൊണ്ടാണ് എന്നുള്ളതാണ്. കാരണം പരബ്രഹ്മയ്യർ ആരെയും സഹായിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പരബ്രഹ്മയ്യർക്ക് ഒരു കഷ്ടകാലം വന്ന സമയത്ത് എല്ലാവരും നോക്കി ചിരിച്ചു എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, അച്ഛന്റെ മർദ്ദനത്തിന്റെ തീവ്രത വീട്ടിൽ ചിത്രീകരിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏത് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്? കണ്ണീരും കിനാവും എന്ന് പറയുന്ന വി.ടി. ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയിലെ കുറച്ച് ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ് അല്ലെ. അപ്പോൾ കുട്ടിക്കാലത്ത് വീട്ടിക്ക് അച്ഛനിൽ നിന്ന് ഒരുപാട് മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് വീട്ടിൽ ചിത്രീകരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്, എങ്ങനെയാ പറയുന്നത്? അച്ഛന് ദേഷ്യം കയറിയാൽ ഇന്നതേ ചെയ്യൂ എന്നില്ല, 5-8 പുളിവാറൽ മുറിയും വരെ പ്രഹരിക്കും. കഴുത്തു മുതൽ കണങ്കാൽ വരെ ചോര കക്കി തടിച്ചു വീർത്ത നിരവധി വടിപ്പാടുകളോടെ തേവാരക്കെട്ടിൽ നിന്ന് പിളുത്തിക്കരഞ്ഞുകൊണ്ട് വാടി തളർന്നു വരുന്ന എന്നെ കണ്ട് 4 ഇറയത്തെ തൂണിനുകൂടി അലിവ് തോന്നിയിരിക്കണം എന്നാണ് അവിടെ വീട്ടിൽ പറയുന്നത്. അതായത് തേവാരം ഉണ്ടാവും, അതായത് നമ്പൂതിരി സമുദായത്തിലൊക്കെ രാവിലെ തന്നെ കുളിച്ച് ഒരുപാട് കാര്യങ്ങൾ, സൂര്യ നമസ്കാരം, അതുപോലെ തന്നെ ഏത്തം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഈ ഒരു 4 വയസ്സുള്ള കുട്ടിയെ, അതായത് വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ 4 വയസ്സുള്ള ആ ഒരു പ്രായത്തിൽ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ഒരു ഗ്രഹണിക്കാരനായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു അസുഖം വീട്ടിലേക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ചധികം ആചാരങ്ങൾ വീട്ടിൽ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും സഹിക്കാൻ പറ്റാത്തത് ആ ഒരു ഏത്തമിടുക എന്നുള്ളതായിരുന്നു. അപ്പൊ അതിൽ ഒരു എണ്ണത്തിൽ തെറ്റ് സംഭവിച്ചാൽ, അല്ലെങ്കിൽ എണ്ണത്തിൽ എന്തെങ്കിലും കളവ് കാണിച്ചാൽ അച്ഛൻ വളരെ ക്രൂരമായിട്ടായിരുന്നു മർദ്ദിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്താണ്, 5-8 പുളിവാറൽ മുറിയും വരെ പ്രഹരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു കൊച്ചു കുഞ്ഞിനെ അച്ഛൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? പുളിവാറൽ മുറിയും വരെ പ്രഹരിച്ചിട്ടുണ്ടായിരുന്നു. കഴുത്തു മുതൽ കണങ്കാൽ വരെ ചോര കക്കി, ചോരയൊക്കെ തടിച്ച് വീർത്തിട്ട് അങ്ങനെ അത്രയും വേദന സഹിച്ചുകൊണ്ട് വരുന്ന ആ ഒരു കുഞ്ഞിനെ കാണുന്ന സമയത്ത് എന്താണ്, ആ ഇറയത്തെ തൂണിന് പോലും അലിവ് തോന്നിയിരിക്കണം. അത്രയും ക്രൂരമായിരുന്നു അച്ഛൻ്റെ പ്രഹരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അച്ഛൻ്റെ മർദ്ദനം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് വീട്ടിൽ ആ ഒരു രംഗത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത്ര ഭയങ്കരമായിട്ടുള്ള അച്ഛന്റെ മർദ്ദന സ്വഭാവത്തെ കൃത്യമായിട്ട് വീട്ടി ആ ഒരു കണ്ണീരും കിനാവും എന്ന് പറയുന്ന ആത്മകഥയിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ ആയി. ഇനി 5 മാർക്കിന്റെ ഒരു സെക്ഷനിലുള്ള ചോദ്യമാണ്. ബാലിയിൽ കേരളത്തിന്റെ എന്തെല്ലാം സവിശേഷതകളാണ് പൊറ്റക്കാട് ദർശിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ബാലിയിലേക്ക് പോയ സമയത്ത് എസ്.കെ. പൊറ്റക്കാടിന് കേരളത്തിൽ തന്നെയാണോ ഞാൻ നിൽക്കുന്നത് എന്നുള്ളൊരു സംശയമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം കേരളത്തിലെ കുറേ കാര്യങ്ങളൊക്കെ തന്നെ ബാലിയിലുമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്, അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ബാലിയിൽ, കേരളത്തിൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് പൊറ്റക്കാട് അവിടെ കണ്ടിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഉൾനാട്ടിലെ ഉത്സവം എന്ന് പറയുന്ന ആ ഒരു യാത്രാ വിവരണത്തിൽ കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ
പറയുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ്? ബാലിയിലെ തൊടികൾ കണ്ടാൽ അവ കേരളത്തിൽ നിന്ന് അങ്ങനെ തന്നെ അടർത്തി പ്രതിഷ്ഠിച്ചതാണെന്നേ തോന്നൂ എന്ന് പറയുന്നുണ്ട്. അതായത് എന്തൊക്കെ ഉണ്ടായിരുന്നു? തെങ്ങും കവുങ്ങും മാവും പ്ലാവും ആ പറമ്പുകളിൽ തലപൊക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന കടപ്ലാവുകള് അവിടെ ഇരുണ്ട മണ്ഡലങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കേരളത്തിലുള്ള കുറെ കാര്യങ്ങളൊക്കെ തന്നെ എവിടെ ഉണ്ടായിരുന്നു? ബാലിയിലും ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അപ്പൊ ചില തൊടികളിൽ വെറ്റില കൊടികളുണ്ട്, വാഴകളും മാതളങ്ങളും പപ്പായ മരങ്ങളും എല്ലാം പറമ്പുകളിലും സുലഭമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഈ ചുണ്ടേ എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ ചൂട്ട്, അതായത് ഓലക്കണ്ണിയൊക്കെ വെച്ചിട്ട് നമ്മൾ ചൂട്ട് കത്തിക്കും അല്ലെ, അത് വെളിച്ചത്തിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അവരുടെ നാട്ടില് ബാലിയിൽ എന്തായിരുന്നു? ചുണ്ടേ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതും വെളിച്ചത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചൂട്ടിന്റെ ഏട്ടനാണ് ഇവിടുത്തെ ചുണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതും കേരളത്തിനോട് സാമ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അത്തരത്തില് കേരളത്തിൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ തെങ്ങും കവുങ്ങും മാവും പ്ലാവും അങ്ങനെയുള്ള ഒരുപാട് മരങ്ങളും അതുപോലെ ആ ഒരു പച്ചപ്പും ഒക്കെ തന്നെ എവിടെ ഉണ്ട്? ബാലിയിലും ഉണ്ട് എന്നുള്ളത് ആര് പറയുന്നുണ്ട്? എസ്.കെ. പൊറ്റക്കാട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ആ ഒരു കാര്യമാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇനി 5 മാർക്കിന് വരുന്ന ഒരു ചോദ്യമാണ്. കുടുംബങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും ത്യാഗങ്ങളും പെങ്ങൾ എന്ന കവിതയുടെ പശ്ചാത്തലത്തിൽ വിവരിക്കുക എന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ് ഈ ഒരു പെങ്ങൾ എന്ന് പറയുന്ന കവിതയിൽ കൃത്യമായിട്ട് പറയുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ആൻസർ എഴുതി പോവാം എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാ പറയുന്നത്? ONV കുറുപ്പിന്റെ പെങ്ങൾ എന്ന കവിത സ്ത്രീയുടെ ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും കഥയാണ് എന്നുള്ളത് പറയാവുന്നതാണ്. കാരണം സ്ത്രീകൾ അനുഭവിക്കുന്ന യാതനകളെ കുറിച്ചും അതുപോലെ തന്നെ സ്ത്രീ സ്വത്വത്തെ കുറിച്ചും ഒക്കെ തന്നെ ആര് പറയുന്നുണ്ട്? ONV കുറുപ്പ് പറയുന്നുണ്ട്. ആ പെങ്ങൾ എന്ന് പറയുന്ന കവിതയിൽ പറയുന്നുണ്ട്. അപ്പൊ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സ്ത്രീ ദുഃഖത്തെ പെങ്ങളിലൂടെ ആവിഷ്കരിക്കുകയാണ് കവി ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് സ്ത്രീകൾ അനുഭവിക്കുന്ന കുറെ കഷ്ടപ്പാടുകളെ കുറിച്ചൊക്കെ തന്നെ ആ ഒരു പെങ്ങൾ എന്ന് പറയുന്ന കവിതയിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീയുടെ ജീവിതത്തിന്റെ പല തലങ്ങളിൽ നിന്നും കാലങ്ങളിൽ നിന്നും തൻ്റെ മനസ്സിൽ ഊറിക്കൂടിയ ഏതാനും വസ്തുതകളാണ് കവി നിരത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പല പല സന്ദർഭങ്ങളെ കുറിച്ച് സ്ത്രീകൾ നേരിട്ടിട്ടുള്ള പല പ്രതിസന്ധികളെക്കുറിച്ചും പല കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ ഈ ഒരു കവിതയ്ക്കകത്ത് പറയുന്നുണ്ട്. അതെന്തൊക്കെയായിരുന്നു? സ്ത്രീധനത്തെ ചൊല്ലിയുള്ള വഴക്കുകളെ കുറിച്ച് കവിതയിൽ പറയുന്നുണ്ട് അല്ലേ. അപ്പൊ എന്താണ്? സ്ത്രീധനത്തെ ചൊല്ലിയിട്ട് വഴക്കുകൾ ഉണ്ടാവും, അപ്പോൾ സ്ത്രീയെ ഉപദ്രവിക്കുന്നുണ്ടാവും. അങ്ങനെ എന്താണ്? പാമ്പ് കടിയേറ്റ് മരിച്ചു, അതുപോലെ തന്നെ ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പല കൊലപാതകങ്ങളും നടന്നിട്ടുണ്ട്. എന്നാൽ പോലും അതിന്റെ വാർത്താമൂല്യമൊക്കെ നഷ്ടപ്പെടുന്നതോട് കൂടിയിട്ട് അതൊക്കെ എല്ലാവരും മറന്നു പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്ത്രീധനത്തെ ചൊല്ലിയുള്ള വഴക്കുകളെ കുറിച്ച്, അതിനെ ചൊല്ലി സ്ത്രീകൾ അനുഭവിക്കുന്ന യാതനകളെ കുറിച്ചൊക്കെ തന്നെ പെങ്ങൾ എന്ന് പറയുന്ന കവിതയിൽ ONV പറയുന്നുണ്ട്. പിന്നെ എന്താണ്? യാത്രക്കിടയ്ക്ക് ബലാത്കാരം നടത്തുകയും ഒടുവിൽ കൊന്നുകളയുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെ. അതായത് ട്രെയിനുകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഭർതൃഗൃഹത്തിലെ അത്യധ്വാനവും ജീവിത ക്ലേശങ്ങളും കൊണ്ട് നീറുന്നവരാണ് ആര്? സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഭർതൃഗൃഹത്തിലും എന്താണ്? സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതമൊന്നും സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പെങ്ങൾ എന്ന് പറയുന്ന കവിതയിൽ പറയുന്നുണ്ട്. പിന്നെ സതി ജീവിതാവസാനം വരെ അനുഭവിക്കേണ്ടി വരുന്നവരാണ് അവർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സതി എന്ന് പറയുന്നത് എന്താണ്? പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു അനാചാരമായിരുന്നു സതി എന്ന് പറയുന്നത് അല്ലെ. അതായത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ചിതയിൽ ചാടിയിട്ട് ഭാര്യയും മരിക്കണം എന്നുള്ളൊരു ആചാരം ഉണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ സതി എന്ന് പേരിട്ട് വിളിക്കുന്നത്. അതൊക്കെ നിർത്തലാക്കിയിട്ടുണ്ട്. എന്നാൽ പോലും ഈ ഒരു കാലഘട്ടത്തിൽ എത്തുന്ന സമയത്ത് എന്താണ്? ഭർതൃഗൃഹത്തിലെ ഒരു തീച്ചൂളയിൽ നിൽക്കുകയാണ് സ്ത്രീ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സതി ജീവിതാവസാനം വരെ അനുഭവിക്കേണ്ടി വരുന്നവർ എന്നുള്ളത് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഭർതൃഗൃഹത്തിലെ തീക്കനലുകളിലൂടെ നടക്കുന്ന സ്ത്രീകളെ കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. പിന്നെ എന്താണ്? സ്വന്തം നേട്ടത്തിനായി സ്ത്രീയെ കൈക്കൂലിയാക്കി മാറ്റുന്നവരുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ
എന്താണ് സ്ത്രീയെ കാഴ്ചപണ്ഡമായിട്ട് വെക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ, വലിയ വലിയ അധികാരികൾക്കൊക്കെ തന്നെ സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ട് സ്ത്രീയെ കൊണ്ട് കൊടുക്കുന്ന ആളുകളുണ്ട് അല്ലെ. അതുപോലെ തന്നെ അഴക് ആപത്തായി മാറുന്ന അവസ്ഥ സ്ത്രീക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് സൗന്ദര്യം ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കഴുകൻ കണ്ണുകളൊക്കെ സ്ത്രീയുടെ മേൽ പതിക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് അഴക് ആപത്തായി മാറുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് പെങ്ങൾ എന്ന് പറയുന്ന കവിതയിൽ ONV പറയുന്നുണ്ട്. പിന്നെ എന്താണ്, അത്രയും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. പെങ്ങൾ എന്ന് പറയുന്ന കവിതയിൽ എന്താണ് സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെ കുറിച്ചൊക്കെ തന്നെ കൃത്യമായിട്ട് ആര് രേഖപ്പെടുത്തുന്നുണ്ട്, ONV രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു 5 മാർക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യമാണ്, 5 മാർക്കിന്റെ മറ്റൊരു ചോദ്യമാണ്. ജാനമ്മയുടെ ജീവിതം കടന്നുപോയ പതനങ്ങൾ MT വാസുദേവൻ നായർ വളർത്തുമൃഗങ്ങൾ എന്ന കഥയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ വളർത്തുമൃഗങ്ങൾ എന്ന് പറയുന്ന കഥ വായിച്ചാൽ തന്നെ നമുക്ക് തന്നെ ഒരു സങ്കടം തോന്നും അല്ലേ, അതായത് ജാനമ്മയുടെ ജീവിതത്തെ കുറിച്ച് ഓർക്കുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു ജാനമ്മയ്ക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പതനങ്ങൾ എങ്ങനെയൊക്കെയാണ് MT വളർത്തുമൃഗങ്ങൾ എന്ന് പറയുന്ന കഥയിൽ ചിത്രീകരിച്ചിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായിരുന്നു ജാനമ്മയുടെ ജീവിതം എന്ന് പറയുന്നത്? ഒരു കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ദാരിദ്ര്യം കാരണം അമ്മ അവളെ ഒരു സർക്കസ് കൂടാരത്തിലേക്ക് മറ്റൊരാൾക്കൊപ്പം അയക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലെ. പിന്നെ അവളുടെ സ്വന്തം അമ്മയെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കൊച്ചു കുഞ്ഞിന്റെ ഒരു മനസ്സ് എന്തായിരിക്കും? കളിച്ചു നടക്കണം, അതുപോലെ തന്നെ അമ്മയുടെ സാമീപ്യം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണല്ലേ അത്. പക്ഷെ ആ ഒരു കാലത്തിൽ തന്നെ എന്താണ് ജാനമ്മയ്ക്ക് ഉപേക്ഷിക്കപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് അല്ലെ. അവളുടെ അമ്മ അവളെ സർക്കസ് കൂടാരത്തിൽ ഉപേക്ഷിച്ചു പോയി എന്നുള്ളതാണ്. പിന്നെ എന്താണ്, സർക്കസ് വേലകൾ പഠിച്ച കാലത്ത് കേളുവാശാന്റെ ചൂരൽ പ്രയോഗിച്ചിട്ടുള്ള കഠിനമായ ശിക്ഷണവും സ്നേഹമില്ലാത്ത ജീവിതവും ഒക്കെ ആയിരുന്നു ആർക്കുണ്ടായിരുന്നത്? ജാനമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അതായത് സർക്കസ് കൂടാരത്തിൽ വളരെ മൃഗീയമായിട്ടൊക്കെയുള്ള ശിക്ഷകളൊക്കെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആർക്കും എന്താണ് അവളോടൊരു സ്നേഹമൊന്നും കാണിക്കാനുള്ള ഒരു ദയ പോലും ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യം ഈ ഒരു കഥയ്ക്കകത്ത് പറയുന്നുണ്ട്. പിന്നെ എന്താണ്, രാത്രിയിൽ മൃഗങ്ങളുടെ മുരളൽ കേട്ട് ഭയന്ന് വിറയ്ക്കുന്ന അമ്മയുടെ സവിധത്തിലേക്ക് ഓടിപ്പോകാൻ കൊതിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആർക്കുണ്ടായിരുന്നു? ജാനമ്മയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം ഒരു കൊച്ചു കുഞ്ഞായിരിക്കുന്ന സമയത്ത് എന്താണ് മൃഗങ്ങളുടെ, അതായത് സർക്കസ് കൂടാരത്തിൽ വലിയ വലിയ മൃഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ, സിംഹമൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള മുരളലൊക്കെ കേൾക്കുന്ന സമയത്ത് ആ കൊച്ചുകുട്ടിക്ക് വളരെയധികം പേടി തോന്നും അല്ലെ. ആ ഒരു സമയത്ത് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുക എന്താണ്? അമ്മയുടെ അടുത്തിരിക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുക അല്ലെ. അപ്പൊ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോകാൻ കൊതിക്കുന്ന ഒരു അവസ്ഥ ആർക്കുണ്ടായിരുന്നു? ജാനമ്മയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ എന്താണ്, സർക്കസ് കൂടാരത്തിൽ സ്ത്രീകളായ കളിക്കാർ നേരിടുന്ന ലൈംഗികമായ ചൂഷണവും ലൈംഗിക അതിക്രമ ശ്രമങ്ങളെ കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ജാനമ്മയ്ക്ക് നേരെ ഉള്ള അതിക്രമങ്ങളെ കുറിച്ച്, അതുപോലെ തന്നെ അവിടെയുള്ള പല പല സ്ത്രീകൾക്കെതിരെയുള്ള ഒരു അതിക്രമങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഈ ഒരു കഥയിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അതും ജാനമ്മയുടെ ജീവിതത്തിന്റെ ഒരു പതനം തന്നെയാണല്ലേ. പിന്നെ എന്താണ്, മാനേജറുടെ അതിക്രമ ശ്രമത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ച കാമുകനായിട്ടുള്ള ചന്ദ്രൻ കമ്പനി വിട്ടുപോയത് ജാനമ്മയുടെ ഹൃദയത്തിൽ നീറി പിടിച്ച വേദനയായിട്ട് അവശേഷിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, അവിടെ ചന്ദ്രനോട് ജാനമ്മയ്ക്ക് ഒരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ്, മാനേജർ ജാനമ്മയെ അതിക്രമിച്ച് കയറി പിടിക്കാൻ ശ്രമിച്ച സമയത്ത് ചന്ദ്രൻ അവിടെ ഇടപെട്ടു, അവളെ രക്ഷിച്ചു. പക്ഷെ ചന്ദ്രൻ എന്താ പറ്റിയില്ല, ആ ഒരു സർക്കസ് കമ്പനിയിൽ പിന്നെ തുടരാൻ പറ്റിയില്ല. മാനേജറെ ആണല്ലോ കയറി എന്താ പറയാ എതിർത്തത്. അതുകൊണ്ട് തന്നെ തുടരാൻ പറ്റിയില്ല. അത് ജാനമ്മയുടെ ഹൃദയത്തിൽ ഒരു നേറിപ്പിടിച്ച വേദനയായിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം കാമുകനാണ് പോയിട്ടുള്ളത് അല്ലെ. തൻ്റെ ജീവിതത്തിലേക്ക് താൻ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിന് ഒരു താങ്ങായിട്ട് മാറുമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരാളാണ് അവിടെ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു നീറിപ്പിടിച്ച വേദനയായിട്ട്, ഹൃദയത്തിലെ നീറിപ്പിടിച്ച വേദനയായിട്ട് അവിടെ അവശേഷിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത് ആ ഒരു കാര്യം 1 മാർക്കുള്ള ഒരു ചോദ്യമായിട്ട് ചിലപ്പോൾ വരാട്ടോ. അതായത് ജാനമ്മയുടെ ഹൃദയത്തിലെ നീറി പിടിച്ച വേദന എന്തായിരുന്നു എന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ വരാം. അപ്പൊ എന്തായിരുന്നു? അതായത് കാമുകൻ കമ്പനി വിട്ടു പോയതാണ് ആ ഒരു വേദന എന്ന് പറയുന്നത്. അത് ഓർത്തു വെക്കാട്ടോ. അപ്പൊ ഈ ഓരോ പറയുന്ന വാക്കുകളിലും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകളിലും ഒക്കെ തന്നെ 1 മാർക്കിനുള്ള ചോദ്യങ്ങളൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പൊ അതും കൂടി നിങ്ങൾ ഓർത്ത് വെച്ച് പഠിക്കേണ്ടതുണ്ട്. ഇനി അടുത്തത് എന്താണ്, പറക്കുന്ന ട്രപ്പീസിലെ അഭ്യാസത്തിനിടെ കൂട്ടുകാരിയുടെ പിഴവ് കൊണ്ട് താഴെ വലയിൽ തട്ടാതെ പുറത്തേക്ക് തെറിച്ചു വീണ് വലത്തെ കൈത്തണ്ടയ്ക്ക് ഗുരുതര
ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ആർക്ക്? ജാനമ്മിക്ക് അല്ലെ. അതായത് ട്രപ്പീസ് കളിക്കുന്ന സമയത്ത് എന്താണ്, കൂട്ടുകാരിയുടെ ഒരു പിഴവ് കൊണ്ടാണ് ജാനമ്മിക്ക് എന്ത് പറ്റിയില്ല, അവിടെ പിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്താണ്, വലയിലൊന്നും തട്ടാതെ പുറത്തേക്ക് തെറിച്ചു വീണിട്ട് വലത്ത് കൈത്തണ്ട ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു, ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ജാനമ്മിക്ക് ഇനി സർക്കസ് കളിക്കാൻ പറ്റില്ല എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതും എന്താണ്, ജാനമ്മയുടെ ജീവിതത്തിൽ ഒരു പതനം തന്നെയാണ്. കാരണം ആ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ അമ്മ അവിടെ കൊണ്ടുവിട്ട സമയം മുതൽ ഇതുവരെ ജാനമ്മയ്ക്ക് കൂലിയൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ജാനമ്മയ്ക്ക് സ്വന്തമായിട്ടുള്ളൊരു സമ്പാദ്യമില്ലായിരുന്നു. വസ്ത്രവും അതുപോലെ തന്നെ ഭക്ഷണവും സർക്കസിൽ നിന്ന് ലഭിക്കുന്നു എന്നല്ലാതെ പുറം ലോകവുമായിട്ടൊരു ബന്ധമോ അല്ലെങ്കിൽ ഒരു സമ്പാദ്യമോ ഒന്നും തന്നെ ജാനമ്മയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ്, അത് ഒരു വലിയ പതനം തന്നെയാണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ആ ഒരു ചോദ്യത്തിന് ആൻസർ എഴുതേണ്ടത്. ഇനി അടുത്തൊരു ചോദ്യം, കുടുംബജീവിതം അർത്ഥവത്താക്കാൻ KP കേശവമേനോൻ നൽകുന്ന സൂചനകൾ വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു 5 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പോൾ KP കേശവമേനോന്റെ കുടുംബജീവിതം എന്ന് പറയുന്ന ലേഖനത്തിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു 1 മാർക്കിന്റെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടുംബജീവിതം ദുസ്സഹമാക്കാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് KP കേശവമേനോൻ പറയുന്നത് എന്താണ് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് എന്താണ്, കുടുംബജീവിതം നല്ലതാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സൂചനകളാണ് ആര് നൽകുന്നത്, KP കേശവമേനോൻ നൽകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു ലേഖനത്തിൽ എന്തൊക്കെ പോയിന്റുകൾ പറയുന്നുണ്ടോ അതൊക്കെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പൊ എന്താണ്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിന്റെ ആനന്ദം ആദ്യമായി പഠിക്കേണ്ടതും നിസ്വാർത്ഥ സേവനത്തിന്റെ പ്രഥമ പാഠം പഠിക്കേണ്ടതും കുടുംബത്തിൽ നിന്നാണ് എന്ന് ആര് പറയുന്നുണ്ട്? KP കേശവമേനോൻ പറയുന്നുണ്ട്. അതായത് കുടുംബം എന്നുള്ള പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് KP കേശവമേനോൻ ആ ഒരു ലേഖനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പോൾ വിഭിന്ന രുചിക്കാരായിട്ടുള്ള, അതായത് പല പ്രായത്തിലും പല സ്വഭാവത്തിലും ഒക്കെയുള്ള ആളുകളായിരിക്കും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കുക അല്ലെ. അപ്പൊ അവരൊക്കെ തന്നെ ഒന്നിച്ച് സ്വൈര്യമായി പാർക്കുന്നതിന് സഹിഷ്ണുത മാത്രമല്ല, വേറെ എന്തൊക്കെ വേണം? ഉള്ളഴിഞ്ഞ സ്നേഹം വേണം, കളങ്കമില്ലാത്ത വാത്സല്യം, സന്തോഷത്തോടെയുള്ള ത്യാഗം, സ്വാർത്ഥമില്ലാത്ത സേവനം എന്നിവയൊക്കെ തന്നെ ആവശ്യമാണ് എന്നുള്ളതാണ്. കുടുംബജീവിതം എല്ലാവരെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പലതരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ആവശ്യമാണ്. അതുപോലെ തന്നെ ഉള്ളഴിഞ്ഞ സ്നേഹം വേണം, സഹിഷ്ണുത, സഹനശക്തി മാത്രം പോരാന്നാ പറയുന്നത്, കളങ്കമില്ലാത്ത വാത്സല്യം വേണം അല്ലെ. പിന്നെ സന്തോഷത്തോടെയുള്ള ത്യാഗം, എല്ലാവർക്കും വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം, സ്വാർത്ഥമില്ലാത്ത സേവനം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള പല കാര്യങ്ങളും പല ഗുണങ്ങളും എന്തിനുണ്ടായിരിക്കണം? ഓരോരുത്തർക്കും, കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം എന്നാര് പറയുന്നുണ്ട്? KP കേശവമേനോൻ പറയുന്നുണ്ട്. പിന്നെ എന്താണ്, വിവാഹകാലത്തെ പുതുമ അവസാനിക്കുമ്പോഴും അന്യോന്യം സന്തോഷിപ്പിക്കുവാനുള്ള സന്നദ്ധത നിലനിർത്തണം എന്ന് പറയുന്നുണ്ട് അല്ലെ. അതായത് വിവാഹം കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ആദ്യ കാലങ്ങളിലൊക്കെ വളരെ സന്തോഷത്തോടെ ആയിരിക്കും ജീവിക്കുന്നുണ്ടാവുക അല്ലെ. പിന്നീട് കുറച്ച് എന്താ പറയാ, ദാമ്പത്യ ജീവിതത്തിലെ കുറച്ച് ബുദ്ധിമുട്ടുകളിലേക്കും ഉത്തരവാദിത്തങ്ങളിലേക്കും ഒക്കെ എത്തുന്ന സമയത്ത് ആ ഒരു സ്നേഹം അവിടെ നഷ്ടപ്പെട്ടു പോകുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇരുവരുടെയും ഇഷ്ടവും താല്പര്യവും സ്വഭാവവും ഒക്കെ ഭിന്നമായിരിക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം എന്നുള്ളതാണ്. അങ്ങനെ തയ്യാറായാൽ മാത്രമാണ് കുടുംബജീവിതം നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ എന്ന് ആര് പറയുന്നുണ്ട്? KP കേശവമേനോൻ പറയുന്നുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു അച്ചടക്കം ഉണ്ടായിരിക്കണം അല്ലെ. അതായത് ഭാര്യമാർക്കൊന്നും വാങ്ങിക്കൊടുക്കാതെ ഭർത്താക്കന്മാര് എന്താ പറയാ, ലഹരിക്ക് അടിമയായിട്ടൊന്നും ജീവിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഭാര്യമാരെന്ത് ചെയ്യണം? ഭർത്താക്കന്മാരുടെ വരവറിയാതെ എന്താണ് ഇങ്ങനെ ദൂർത്തടിച്ച് ഒന്നും വാങ്ങാനൊന്നും പാടില്ല. അപ്പൊ രണ്ടുപേരും കൃത്യമായിട്ട് എന്താണ് വരുമാനം, എന്തൊക്കെയാണ് നമ്മുടെ ചെലവുകൾ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പിന്നെ നിസ്സാര സംഗതിക്ക് ദേഷ്യപ്പെടുന്നത് ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ട് അല്ലെ. കോപമാണ് പണത്തേക്കാൾ കുടുംബജീവിതത്തെ കെടുത്തുന്നത് എന്നുള്ളൊരു കാര്യം KP കേശവമേനോൻ പറയുന്നുണ്ട്. പിന്നെ കുട്ടികളെ വളർത്തുന്നതിൽ അച്ഛനും അമ്മയും ഒരുപോലെ താല്പര്യം പ്രദർശിപ്പിക്കണം എന്ന് പറയുന്നു. അതുപോലെ അച്ഛനമ്മമാരുടെ പൊതുവായിട്ടുള്ള പ്രേമം കുട്ടികളിൽ കേന്ദ്രീകരിക്കണം എന്നും പറയുന്നുണ്ട്. കാരണം അമ്മയുടെ ജോലി മാത്രമല്ല കുട്ടികളെ നോക്കുക എന്നുള്ളത്, അച്ഛൻ്റെയും കൂടി ജോലിയാണ്. അപ്പോൾ രണ്ടുപേരും ഒരേപോലെ തന്നെ കുട്ടികളെ വളർത്തേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചൊക്കെ ആര് പറയുന്നുണ്ട്? KP കേശവമേനോൻ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്.
കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മാത്രമല്ല ഇത് മാത്രം വരും എന്നല്ല പറയുന്നത് കേട്ടോ. നമുക്കറിയാം നമ്മളാരുമല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്, അതുകൊണ്ട് തന്നെ ഇതൊക്കെ വന്നേക്കാം, കാരണം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ ഇതേ തരത്തിലുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പോലും ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ചോദ്യങ്ങളൊക്കെ നമുക്ക് മാരത്തോൺ ലൈവിൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ, അതായത് പകരം പദം എഴുതാനുള്ള ചോദ്യങ്ങളും അതുപോലെ വിഗ്രഹിച്ചെഴുതാനും അതുപോലെ കൂട്ടിച്ചേർത്ത് എഴുതാനും ഒക്കെയുള്ള ചോദ്യങ്ങളുടെ ടൈപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ മാരത്തോൺ ലൈവിനകത്ത് നമുക്ക് കൃത്യമായിട്ടത് പറഞ്ഞു പോവാം. എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ്സുകളൊക്കെ കണ്ട് ചാപ്റ്റേഴ്സ് ഒക്കെ കൃത്യമായിട്ട് വായിച്ചുകൊണ്ട് പഠിച്ചു പോവാ കേട്ടോ. മലയാളമാണ് എന്ന് വിചാരിച്ചിട്ട് ഉഴപ്പി നിൽക്കരുത്, കാരണം കൃത്യമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് 1 മാർക്കിന്റെ ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള ആൻസർ എഴുതാൻ പറ്റുക. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് വായിച്ചു നോക്കുക, പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് തന്നെ എക്സാം എഴുതാം കേട്ടോ. താങ്ക് യു.